ഇപ്പോൾ AI ഉൾപ്പെടെയുള്ള പുതിയ ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരുന്നതോടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയെല്ലാം ഉത്കണ്ഠ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ആളുകൾ എഴുതുകയും അതുപോലെ തന്നെ പുസ്തകങ്ങൾ രചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ഒരു സംശയവും വേണ്ട, മാർസം ഈ കാലഘട്ടം വരെയുള്ള, ഈ നിമിഷം വരെയുള്ള, ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കുന്ന ഈ നിമിഷം വരെയുള്ള ശാസ്ത്ര സാങ്കേതിക ചരിത്ര സർവതല സ്പർശിയായ മേഖലയിലുള്ള പുതിയ കണ്ടെത്തലുകളെ മുഴുവൻ സ്വാംശീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന അതിവിപുലമായ വളർന്നുകൊണ്ടിരിക്കുന്ന വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാർസം. അതിൽ സംശയം വേണ്ട. ഇവിടെ AI ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ? പുസ്തക മുതലാളിത്തത്തിന്റെ ലാഭം, നേരത്തെ പറഞ്ഞ മിച്ചമൂല്യ വിഹിതം വലിയ രീതിയിൽ കൂടാൻ പോവുകയും അവർ തന്നെ പറയുന്നത് പോലെ 10-60% ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടാനിടയാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ലോകത്ത് വളർന്നു വന്നാൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ ശാസ്ത്രത്തെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥാവകാശം, ഈ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് രൂപം കൊള്ളുന്ന ഉൽപാദനോപാധികളെല്ലാം ഈ കോർപ്പറേറ്റുകളുടെയും മുതലാളിമാരുടെയും കയ്യിലെത്തുന്നിടത്തോളം കാലം ഈ പ്രതിസന്ധി കൂടുകയാണ് ചെയ്യുക. വലിയ പോരാട്ടങ്ങളും സമരങ്ങളും ശക്തിപ്പെട്ടു വരികയാണ് ചെയ്യുക. അതിന്റെ അർത്ഥം അടുത്ത കൊല്ലാവുമ്പോഴേക്കും, അതിന്റെ അപ്പുറത്തെ കൊല്ലാവുമ്പോഴേക്കും, അടുത്ത 10 കൊല്ലം കൊണ്ട് ഇതെല്ലാം മാറി പുതിയ രീതിയിലേക്ക് മാറുമെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരുപാട് കാലം പിടിക്കും. പക്ഷെ ഈ വൈരുദ്ധ്യം കൂടുകയാണ് ചെയ്യുക. മാർസ് പറഞ്ഞതുപോലെ സോഷ്യലിസത്തിലേക്കുള്ള യാത്ര ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള അധ്വാനിക്കുന്ന ജനവിഭാഗത്തിനെതിരായിട്ടുള്ള, സമൂഹത്തിന് മൊത്തം എതിരായിട്ടുള്ള കടന്നാക്രമത്തെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ അവരെ പ്രാപ്തമാക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ AI ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് കാണുമ്പോൾ മനസ്സിലാക്കാനാവണം. ജനകീയ ചൈന ഏതാണ്ട് ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള AI സംവിധാനത്തെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പൊതുസമൂഹത്തിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന, വളരാൻ സാധിക്കുന്ന ഒന്നായിട്ടാണ് അവർ ചിത്രീകരിക്കുന്നത്. അല്ലെങ്കിൽ പുസ്തക മുതലാളിമാർക്ക് ഇപ്പോ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള AI സംവിധാനമല്ല എന്ന കാര്യം കൂടി ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. മറ്റൊരു വിശദീകരണത്തിലേക്ക് അതിന്റെ ഭാഗമായിട്ട് നടക്കുന്നില്ല. സാമ്രാജ്യത്വവും സോഷ്യലിസവും തമ്മിലുള്ള വൈരുദ്ധ്യം രൂക്ഷമായിട്ട് തുടരുന്നുണ്ട് എന്ന കാര്യം തന്നെയാണ് സാമൂഹ്യ പരിവർത്തനത്തിന്റെ സാർവദേശീയ പ്രവണതകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന രീതിയിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇതിന്റെ ഒപ്പം തന്നെയാണ് രണ്ടാമത് നമ്മൾ കാണുന്ന വളരെ ഗൗരവമുള്ള വേറൊരു കാര്യം, അത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം. ഒന്നാം ലോകമായുധവും രണ്ടാം ലോകമായുധവും ഒക്കെ രൂപപ്പെട്ടു വന്നത് ഈ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നാണ്. അത്തരത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് പോകത്തക്ക രീതിയിലുള്ള സങ്കീർണത ഇപ്പോഴും ഈ പറയുന്ന വൈരുദ്ധ്യത്തിലുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഉക്രൈൻ